ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ആഹാ, പ്രതീക്ഷ മോള് അച്ഛമ്മയെ കാണാൻ വന്നതാണോ? പൊക്കോളൂ, അച്ഛമ്മ അകത്തെ മുറിയിലുണ്ട്. ചെല്ലു മോളെ. എന്താ നിന്റെ ചേച്ചി വരാത്തെ? സാധാരണ ഒരു നാണവും ഇല്ലാതെ മോളെ കൊണ്ട് അവള് തന്നെ വരാറാണല്ലോ പതിവ്. എന്റെ ചേച്ചി നാട്ടുകാര് ബഹുമാനത്തോടെ കാണുന്ന ഈ നാടിന്റെ പോലീസ് കമ്മീഷണറാ. നിന്നെ പോലെ വല്ലവരുടെ വീട്ടിൽ വലിഞ്ഞു കയറി കൂടി ഇപ്പൊ പണിക്കാരിയായിട്ട് നിൽക്കല്ല. അതുകൊണ്ട് നാണവും മാനത്തെ പറ്റിയൊന്നും നീ സംസാരിക്കാൻ നിൽക്കണ്ട. നിന്റെ ചേച്ചി ഇത്രയും വലിയ സംഭവമാണെങ്കിൽ പിന്നെ എന്തിനാ ഗിരിയേട്ടന്റെ പുറകെ നടക്കുന്നേ? അതിന് ആർക്ക് വേണം നിന്റെ ഗിരിയേട്ടനെ? നിന്നെ പോലൊരു വൃത്തികെട്ടവൾക്ക് വേണ്ടി എന്റെ ചേച്ചിയെ ഗിരിയേട്ടൻ ചതിച്ച അന്ന് മുതൽ അയാളെ കുറിച്ച് എന്റെ ചേച്ചിക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഉണ്ടായിരുന്ന വിലയൊക്കെ പോയി. അങ്ങനെ ഒരു മനുഷ്യന്റെ പുറകെ എന്റെ ചേച്ചി എന്തിനു നടക്കണം? അവൾ എത്ര വലിയ കമ്മീഷണർ ആണെങ്കിലും ഒരു ഭാര്യ എന്ന നിലയിൽ തോറ്റു എന്ന് അവൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഗിരിയേട്ടനെ അവളിൽ നിന്നും തട്ടിയെടുത്ത് ഞാൻ അവളെ തോൽപ്പിച്ചു. ആ തോൽവി അവൾ മരിക്കുന്നത് വരെ അവളെ അലട്ടിക്കൊണ്ടിരിക്കും. ഗിരിയേട്ടനെ തിരിച്ചുപിടിക്കാൻ അവൾക്കറിയാവുന്ന എല്ലാ തരംതാണ നമ്പറുകളും അവൾ ഇറക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഗിരിയേട്ടൻ എന്റെ മേലുള്ള സ്നേഹത്തിൽ എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ട് ഞാനതൊന്നും കാര്യമാക്കാൻ നിൽക്കാറില്ല. ഗിരിയേട്ടന് നിന്നോട് ആത്മാർത്ഥമായ സ്നേഹമാണെന്ന് വിശ്വസിക്കുന്ന നിന്നെയൊക്കെ എന്ത് വിളിക്കണമെന്നാ എനിക്ക് മനസ്സിലാവാത്ത. എടി മരമണ്ടി, ഗിരിയേട്ടന് നിന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചി പോയി കഴിഞ്ഞ് ഇത്രയും കാലത്തിനിടയ്ക്ക് നിന്നെ സ്വീകരിക്കുമായിരുന്നില്ലേ? അത് മഞ്ജു ഗിരിയേട്ടന് ഡിവോഴ്സ് കൊടുക്കാത്തോണ്ടല്ലേ? ഗിരിയേട്ടൻ ചോദിച്ചാ ആ നിമിഷം ചേച്ചി ഡിവോഴ്സ് പേപ്പേഴ്സിൽ ഒപ്പിടും. പക്ഷേ ഗിരിയേട്ടൻ അങ്ങനെ ചോദിക്കില്ല. കാരണം ഗിരിയേട്ടൻ ഭാര്യയുടെ സ്ഥാനത്ത് ചേച്ചിയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നിന്നെ ഗിരിയേട്ടൻ കാണുന്നതേ വേറെ ഒരു അബദ്ധമായിട്ട് മാത്രം. അതുകൊണ്ടല്ലേ ഗിരിയേട്ടൻ ഇപ്പോഴും ചേച്ചിയുടെ പുറകെ മാപ്പം ചോദിച്ചോണ്ട് നടക്കുന്ന. അല്ലെങ്കിലും എന്റെ ചേച്ചിയെടുത്ത് നിൽക്കാനുള്ള യോഗ്യത ഉണ്ടോടി നിനക്ക്? ചേച്ചിയുടെ പഠിപ്പോ ആരോഗ്യവും സൗന്ദര്യവും നിനക്കുണ്ടോ? എന്റെ ചേച്ചി തനി തങ്കോ, നീ വെറും പിച്ചളയാ. ഞാൻ അത്ര മോശക്കാരിയാണെങ്കിൽ പിന്നെ എന്തിനാ ഗിരിയേട്ടൻ എന്നെ കൂടെ താമസിപ്പിക്കുന്നത്? ഗിരിയേട്ടന് ഭാനുമതിയമ്മയെ നോക്കാൻ ഒരു നേഴ്സിന്റെ ആവശ്യമുണ്ട്. നീ ആവുമ്പോ കാശ് ചോദിക്കാതെ ഗിരിയേട്ടനെ ഇംപ്രസ് ചെയ്യാനായി മരണപ്പണി എടുക്കുമല്ലോ. അത് തന്നെ കാരണം. എടി, ചേച്ചി കഴിഞ്ഞതെല്ലാം മറന്ന് ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുക. നീയാണ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു തെറ്റിന്റെ ഓർമ്മയിൽ പിടിച്ചു തൂങ്ങി നിന്റെ ജീവിതം ഉരുക്കി തീർത്തോണ്ടിരിക്കുന്നത്. കഴിഞ്ഞതെല്ലാം മറന്നിട്ടാണോ നിന്റെ ചേച്ചി മോളെ ഉപയോഗിച്ച് ഗിരിയേട്ടനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്? അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടിയാ മഞ്ജു ഇങ്ങോട്ട് വരുന്നേന്ന് പറഞ്ഞാ ആരെങ്കിലും വിശ്വസിക്കോ? അമ്മ കിടപ്പിലാവാനുള്ള കാരണക്കാരി തന്നെ ആ മഞ്ജുവാ. ഇതൊക്കെ വെറും പ്രഹസനമാണെന്ന് ഗിരിയേട്ടന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് അവര് വരുമ്പോ പുള്ളിക്കാരൻ കൃത്യമായിട്ട് മുങ്ങുന്നത്. ഗിരിയേട്ടൻ മുങ്ങുന്നതേ ചേച്ചിയെ മോളെയും അഭിമുഖീകരിക്കാനുള്ള പേടി കാരണോ? ഈ വീട്ടിലേക്ക് കയറാൻ എല്ലാ അവകാശമുള്ളവരാ ചേച്ചി അമ്മു. നിന്നെ പോലെ വലിഞ്ഞു കയറി വന്നവളെ ഒന്നും പേടിക്കേണ്ട ആവശ്യം ചേച്ചിക്കില്ല. എന്നെ പേടിക്കേണ്ട ആവശ്യം മഞ്ജുവിനില്ലേ? എന്നൊരു കാര്യം ചെയ്, ഞാനും ഗിരിയേട്ടനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അമ്മൂനോട് പറ. എന്താ പറയുന്നില്ലേ? ഞാൻ വേണമെങ്കിൽ അവളെ പുറത്തേക്ക് വിളിക്കാം. നിന്റെ ചേച്ചി അടക്കം എല്ലാവർക്കും എന്നെ പേടിയുണ്ട്. കാരണം ഇപ്പോഴും നിങ്ങളുടെയൊക്കെ ജീവിതം പിടിച്ചു കുലുക്കാൻ എന്നെ കൊണ്ട് കഴിയും. ആ ഒരു പ്രതിപക്ഷ ബഹുമാനം എനിക്ക് തരുന്നതാ നിനക്ക് നല്ലത്. നീ പ്രതീക്ഷ മോളോട് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞോ നിന്റെ അവസാനം എന്റെ കൈകൊണ്ടായിരിക്കും.